നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് ആ വിജയം സമ്പൂർണ്ണമാണോ, അല്ലെങ്കിൽ ആ വിജയത്തിൽ അമിതാഹ്ലാദത്തിന് വഴിയുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒരു സീറ്റുമില്ലാതിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് കൂടി നഷ്ടപ്പെട്ടു പോയ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റ് എന്നത് ആശ്വാസകരമായ ജയം തന്നെയാണ്. പക്ഷേ ഈ 3 സീറ്റായിരുന്നു ബി.ജെ.പിക്ക് കിട്ടേണ്ടിയിരുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായി ജനങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ബി.ജെ.പിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയും ബി.ജെ.പിയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും ബി.ജെ.പി പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും ബി.ജെ.പി സ്ഥാനാർത്ഥികളെ നെഞ്ചോട് ചേർക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടുണ്ടായിരുന്ന രാഷ്ട്രീയ അസൃഷ്ടത മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് ബി.ജെ.പിയോട് വലിയ മതിപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉത്തമോദാഹരണമായി നമ്മൾ കാണേണ്ടത് മാധ്യമപ്രവർത്തകരുടെയും ചില ആക്ടിവിസ്റ്റുകളുടെയും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും ഒക്കെ ചൊറിച്ചിലാണ്. അവരുടെ ഇത്തരത്തിലുള്ള പ്രകടനം കാണുമ്പോൾ തന്നെ ബി.ജെ.പിക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 10ലേറെ സീറ്റുകൾ നേടാമായിരുന്നു ബി.ജെ.പിക്ക് എന്നുള്ളതാണ് സാമൂഹ്യ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഓളം സമൂഹത്തിലുണ്ടാക്കി. അതിന് കാരണം കഴിഞ്ഞ 12 വർഷമായി തുടരുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതിയില്ലാത്ത ഭരണം, ഇന്ത്യക്കൊരു നാഥനുണ്ടെന്ന തോന്നൽ എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ അനുരണനം എന്നോണം കേരളത്തിലെ ജനങ്ങൾ ബി.ജെ.പിയെ വിശ്വസിക്കാൻ തുടങ്ങി. മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കുമൊക്കെ ബി.ജെ.പിയോട് വലിയ പ്രശ്നമില്ല എന്ന ഒരു ഘട്ടം വരെ എത്തി. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി മനസ്സിലാക്കാൻ കേരളത്തിലെ ബി.ജെ.പിയുടെ നേതൃത്വത്തിന് ശരിക്കും സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് മുതലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും കാതലാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ സർക്കാരിനെതിരുണ്ടായിരുന്ന ജനവിരുദ്ധ വികാരം തന്നെയാണ്. സത്യത്തിൽ കോൺഗ്രസിൻ്റെ യാതൊരു മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിപാടികളോ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ ചെറുത്തു നിന്നതോ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തോ നേടിയതല്ല കോൺഗ്രസിൻ്റെ വിജയം. ജനങ്ങൾക്കിടയിലുണ്ടായ ഭരണവിരുദ്ധ വികാരം, അതിനൊരു ബദലാകാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബദലാകും ഞങ്ങളെന്ന് കാണിച്ചു കൊടുക്കാൻ കേരളത്തിലെ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. കേരളത്തിൽ നമ്മൾ നോക്കിയാൽ അങ്ങോളം ഇങ്ങോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഓളം നമുക്കറിയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ CPM-നെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ബി.ജെ.പിക്ക് മുതലെടുക്കാൻ സാധിച്ചു. അതുതന്നെയാണ് ബി.ജെ.പി വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് പോയത്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ CPM-നെതിരായ ഒരു വികാരവും ബി.ജെ.പിക്ക് ഒരു വോട്ടായി പോലും വന്നില്ല. എന്നാൽ CPM-നെതിരായുള്ള വികാരവും ബി.ജെ.പി ജയിക്കും എന്ന സാധ്യതയും ഒരുപക്ഷെ മുസ്ലിം ഏകീകരണം ഉണ്ടായതും ക്രിസ്ത്യൻ ഏകീകരണം ഉണ്ടായതുമൊക്കെ ന്യൂനപക്ഷങ്ങളുടെ മൊത്തത്തിലുള്ള ഏകീകരണം അത് കോൺഗ്രസിന് ഗുണം ചെയ്യുകയും ചെയ്തു. ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ധ്രുവീകരണവും ഒത്തുചേർന്നപ്പോൾ പല സ്ഥാനാർത്ഥികളും ജയിച്ചു എന്ന് മാത്രമല്ല പലയിടത്തും അടിച്ചു കയറുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്നെത്തിച്ചു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരൊറ്റ കാരണം മാത്രം മതി. ധർമ്മടത്ത് അവിടെ പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയിൽ നിന്ന് വേണം നമ്മളത് പഠിക്കാൻ. കാരണം വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഒരിക്കലും ഇളകില്ലെന്ന് കരുതിയ കോട്ട, ആ കോട്ട 5 റൗണ്ടിൽ ഏതാണ്ട് 4.5 മണിക്കൂറോളം പിണറായി വിജയനെ വെള്ളം കുടിപ്പിക്കാൻ അവിടുത്തെ UDF-ൻ്റെ അതും ഏറ്റവും താരതമ്യേന ആരും അറിയാത്തൊരു സ്ഥാനാർത്ഥി, ആ മണ്ഡലത്തിൽ മാത്രം അറിയുന്നൊരു സ്ഥാനാർത്ഥി അബ്ദുളിന് സാധിച്ചുവെങ്കിൽ അതാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരവും CPM-ൻ്റെ കേഡറുകൾക്കിടയിൽ CPM-ന് അടിപതറുന്നു എന്ന വികാരവും ഉണ്ടാക്കാൻ. ഇനിയെങ്കിലും കേരളത്തിലെ ബി.ജെ.പി നേതൃത്വം CPM-നെയും കോൺഗ്രസിനെയും ഒരേ രീതിയിൽ അവരുടെ ചെയ്തികൾ തുറന്നു കാട്ടുന്ന രീതിയിലാവണം പ്രചരണ പരിപാടികൾ. സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില പാളിച്ചകൾ ബി.ജെ.പിക്ക് വലിയ ദോഷം ചെയ്തു. ഘടകകക്ഷികളെ കൂടെ കൂട്ടിയപ്പോൾ അവർക്ക് നൽകിയ സീറ്റുകളുടെ അപ്രമാദിത്യം അത് ദോഷം ചെയ്തു എന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട്
11.5% വോട്ടിംഗ് പെർസെൻറ്റേജ് താഴുകയും ചെയ്തു. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ നേടിയ അത്രയും വോട്ടിംഗ് പെർസെൻറ്റേജ് നേടാൻ കഴിഞ്ഞില്ല. ആകെയുള്ള മെച്ചം 3 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കെ സുരേന്ദ്രനും ML അശ്വിനിയും അടക്കമുള്ളവർ അവരും ഒരു പാഠപുസ്തകമാണ്. പരമാവധി വോട്ട് പിടിച്ചിട്ടും അവിടെ ഏകീകരണം ഉണ്ടായത്, ആ ഏകീകരണം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആ രണ്ടുപേരും മാറുകയും ചെയ്തു. പാലക്കാടെ അവസ്ഥയാണെങ്കിൽ തുലോം വ്യത്യസ്തമാണ്. പാലക്കാടെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ പാലക്കാട് പാളയത്തിൽപ്പെടെ തന്നെ സ്ഥാനാർത്ഥിയെ ചതിച്ചു എന്ന് വേണം കരുതാൻ. അത് സംസ്ഥാന നേതൃത്വം വളരെ കാര്യമായി അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. കാലാകാലങ്ങളായി അവിടെ ഗ്രൂപ്പിസം കുടികൊത്തി വാഴുന്നതിന് എന്താണ് കാരണം? അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ആരാണ്? ആര് വന്നാലും കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ അവിടെ മത്സരിച്ചാലും ഗ്രൂപ്പിസം ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് കേരളത്തിലെ BJP നേതൃത്വം വിലയിരുത്തണം. അതിന് കാരണമായ ഘടകങ്ങളെ വേരോടെ അറുത്തുമാറ്റണം. നമുക്ക് ഏറ്റവും പ്രധാനമായി ചിന്തിക്കാനുള്ള ചില മണ്ഡലങ്ങളുണ്ട്. കോഴിക്കോട് A ക്ലാസ് മണ്ഡലമായിരുന്ന എലത്തൂരിൻ്റെ അവസ്ഥ ആലോചിച്ചാൽ എലത്തൂരിൽ 2011 കിട്ടിയ വോട്ട് പോലും നേടാനായില്ല എന്നും അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നതും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ കോഴിക്കോട് A ക്ലാസ് മണ്ഡലമായ എലത്തൂരിൻ്റെ സ്ഥിതി ആലോചിച്ചാൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വിശകലനം നടത്തുക തന്നെ വേണം. ചെങ്ങന്നൂരെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ച 3 മാസം മുമ്പ്, അതിനും അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് 2 മാസം മുമ്പ് 3 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ വീണ്ടും അവിടെ തോറ്റമ്പിയ സ്ഥാനാർത്ഥിയെ വീണ്ടും കൊണ്ടുവന്ന് MLA സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. ചെങ്ങന്നൂരിൽ ഇത്തവണ എബി കുര്യാക്കോസ് എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അത്ര പ്രഗത്ഭനായിരുന്നില്ല. എന്നാൽ ചെങ്ങന്നൂരിൽ രാഷ്ട്രീയ വേരുകളുള്ള BJPക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരുപക്ഷെ വിജയമോ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മത്സരമോ കാഴ്ചവെക്കാൻ കഴിയുമായിരുന്ന ചെങ്ങന്നൂരെ സീറ്റ് കളഞ്ഞു പുളിച്ചത് ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥി നിർണയമാണ്. അവിടെ നേരത്തെയും കഴിഞ്ഞ തവണയും ഈ സ്ഥാനാർത്ഥി ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിരുന്ന ഒരാളെ വെട്ടിയാണ് അവിടെ സ്ഥാനാർത്ഥിയായത്. എങ്ങനെയാണ് ഇയാൾ നിരന്തരം സ്ഥാനാർത്ഥിയാകുന്നത് എന്ന് കേരളത്തിലെ സംസ്ഥാന നേതൃത്വം അടക്കമുള്ളവർ അന്വേഷിക്കേണ്ടതുണ്ട്. പല സീറ്റുകളും ഇവിടെ നാടാർ വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുണ്ടായിരുന്ന പാറശാലയിലെ സീറ്റ്, ആ സീറ്റ് എങ്ങനെയാണ് താരതമ്യേന പുതുമുഖമായ ഗിരീഷ് നെയ്യാറിന് ലഭിച്ചതെന്ന കാര്യം അങ്ങാടിയിൽ പാട്ടാണ്. ഇതൊക്കെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ ചെയ്യുന്നതാണ്. എല്ലാവരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. രാജീവ് ചന്ദ്രശേഖർ വളരെ ഭംഗിയായി മുന്നിൽ നിന്ന് ലീഡ് ചെയ്തു. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിന്നവർ രാജീവ് ചന്ദ്രശേഖറിനെ അടക്കം ചതിച്ചതുകൊണ്ടാണ്, ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 10-ലധികം സീറ്റുകൾ നേടാമായിരുന്ന പല സ്ഥലങ്ങളും നഷ്ടപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകളാണ്. കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് സീറ്റ് ചോദിച്ചിരുന്നതാണ്. കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നുവെങ്കിൽ കെ മുരളീധരൻ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ പലരോടും പറഞ്ഞിരുന്നതുമാണ്. കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ വട്ടിയൂർക്കാവിൽ മത്സരിച്ചുവെങ്കിൽ ആ സീറ്റ് നേടിയെടുക്കാമായിരുന്ന സീറ്റാണ്. തിരുവനന്തപുരം സീറ്റും അതുപോലെ തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില പാകപ്പിഴകൾ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ചിന്തിക്കാതെ തരമില്ല. ഇവിടെ മികവാർന്ന വിജയം എന്ന് പറയാനില്ല. വിജയിച്ചത് നല്ല കാര്യം തന്നെ. ഇനിയും ഈ വിജയങ്ങൾ ആവർത്തിക്കപ്പെടണം. പക്ഷേ ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന സംസ്ഥാന സമിതിയും സംസ്ഥാന സമിതി അംഗങ്ങളുമൊക്കെ അതിന് പ്രാപ്തരാണോ എന്ന് രാജീവ് ചന്ദ്രശേഖർ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസിയെ വെച്ചുകൊണ്ട്, യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയെ നിയോഗിച്ചുകൊണ്ട് അന്വേഷിക്കണം. ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായിരിക്കുന്നവർ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമാകാനുള്ള യോഗ്യതയുള്ളവരാണോ? അവരുടെ ആരൊക്കെയാണ്, ഇവരുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ് ഓരോ ഗ്രൂപ്പിന്റെയും വക്താക്കളായി നിൽക്കുന്നത്? ആരുടെ പിണിയാളുകളാണ് ഈ പറയപ്പെടുന്ന ഭാരവാഹികളായി വന്നിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ പാർട്ടി പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോയാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ ഇപ്പോഴുള്ള സാധാരണഗതിയിൽ രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിലേക്ക് വിട്ടത് ഗ്രൂപ്പിസം ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഒരു വിഭാഗം ആൾക്കാരെ തഴഞ്ഞുകൊണ്ട് ഒരു നേതാവിൻ്റെ പിണിയാളുകളെ മാത്രം എല്ലാ സ്ഥലങ്ങളിലും നിയോഗിച്ചുകൊണ്ട് ആ നേതാവിൻ്റെ എല്ലാ കാര്യത്തിലും ആ നേതാവിനും നേതാവിൻ്റെ ആൾക്കാർക്കും മാത്രം പ്രാമുഖ്യം നൽകിക്കൊണ്ട് പണമടക്കമുള്ള കാര്യങ്ങൾ സംവിധാനം ചെയ്യാനുള്ള മാർഗം നേതാവിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എത്ര കാലം
ഈ രീതിയിൽ മുൻപോട്ട് പോകുമെന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ വിജയങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ഒരു ഭരണ സംവിധാനത്തിലേക്ക് എത്തുന്ന രീതിയിൽ വിജയം ഉണ്ടാകണമെങ്കിൽ ഇനിയും ഏറെ പോകാനുണ്ട് BJPക്ക്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് അതൊരു പൊൻതൂവലാകുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല.